ഇതിലും വലിയ മുതലാളിമാർ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ രാജചന്ദ്രശേഖർ എന്നത് മാത്രമാണ് പറയാനുള്ളത്. എന്തോ കാണിച്ചു തരാമെന്നും രാജചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് കൈരളി എവിടെയും പോകില്ല, ഇവിടെ തന്നെ തുടരും അത്തരം എല്ലാ ഭീഷണികളെയും നേരിടാൻ. കൈരളിയിലെ മാധ്യമപ്രവർത്തകയോട് മോശമായി ആക്രോശം തീർത്ത BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ആ വേല കയ്യിലിരിക്കട്ടെ. മുമ്പിൽ കളസവുമിട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന താങ്കളുടെ ശമ്പളം പറ്റുന്ന ചാനൽ പ്രവർത്തകരെയെ താങ്കൾ കണ്ടിട്ടുള്ളൂ. ഇത് കൈരളിയാണ്, വിത്ത് വേറെയാ. അമ്മായിയപ്പന്റെ സാമ്രാജ്യത്തിലെ പണം കണ്ടുവന്നവരല്ല ഞങ്ങൾ. കൊത്തി പുറത്തിൽ കൊത്തേണ്ട ആ തടി പോരാ ഇവിടെ. നിങ്ങളുടെ തലതൊട്ടപ്പൻ അമിത് ഷാ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ. ഏഷ്യാനെറ്റിന്റെ മാധ്യമ മുതലാളി പാലാട്ടി മാധ്യമ പ്രവർത്തനം കൈരളിയോട് വേണ്ട എന്ന് കൂടി ഞങ്ങൾക്ക് കൂടി പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഈ നീ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മറിച്ചു പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിന് അപ്പുറത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ട